നമുക്കിത് കുറച്ച് ജേർണൽ സപ്ലീസ് ഉണ്ടാക്കാം. ഫസ്റ്റ് ഇനി ഞാൻ വാഷി ടേപ്പാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ആദ്യം ഒരു A4 പേപ്പർ എടുത്തിട്ട് നിങ്ങൾക്ക് എത്ര തിക്കാണോ വേണ്ടത് അതിനനുസരിച്ച് കട്ട് ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേൺസും കൂടി വരച്ചു കൊടുക്കാം. പിന്നെ ഞാനിവിടെ ബ്ലൂ ആൻഡ് പിങ്ക് തീമാണ് വാഷി ടാപ്സ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചെയ്തെടുക്കാം. പിന്നെ വിൻറ്റേജ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ബ്രൗൺ കളർ ആക്കിയാൽ മതി. ഒന്നും വേറെ ഡിഫറൻസ് ഒന്നുമില്ല. നീളമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അതായത് ഒന്നിൻ്റെ മേൽ മറ്റൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നതാകുമ്പോൾ നല്ല നീളം ഉണ്ടാവും. ഞാൻ വാഷി ടേപ്പ് റോൾ ചെയ്ത് വെക്കാനായിട്ട് ഇതുപോലെ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ട് റോൾ ചെയ്താൽ മതി. വാഷി ടേപ്പ് ഇങ്ങനെ ചുറ്റി വരുമ്പോൾ ലാസ്റ്റ് വരുന്ന ഭാഗം ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് ഒരു കാർഡ്ബോർഡ് എടുത്തിട്ട് വീഡിയോയിൽ കാണുന്ന രീതിയിലൊക്കെ മുറിച്ച് കൊടുക്കും. പിന്നെ നിങ്ങൾ കാർഡ്ബോർഡ് എടുക്കുമ്പോൾ വൈറ്റ് കാർഡ്ബോർഡ് എടുക്കാൻ ശ്രമിക്കുക. ആകുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. പിന്നെ അതിൻ്റെ അറ്റത്ത് ക്ലിയർ ടാപ്പ് ഒട്ടിക്കുക. നെക്സ്റ്റ് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്റ്റാമ്പാണ്. അതിനായിട്ട് ആദ്യം A4ൻ്റെ പകുതി എടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസ് എടുക്കുക കേട്ടോ. അതിനുശേഷം ഇതൊന്ന് റോൾ ചെയ്തെടുക്കുക. ലാസ്റ്റ് വരുന്ന ഭാഗം ഇതിൻ്റെ സൈസ് അല്ലെങ്കിൽ അത് മുറിച്ചളയണം കേട്ടോ. പിന്നെ ഇത് 4 കോർണറിലും ഇത് വീഡിയോയിൽ കാണുന്ന രീതിയിൽ മുറിച്ചെടുക്കുക. ഒരു ട്രയാങ്കിൾ ഷേപ്പ് മാതിരിയാണ്. ആൻഡ് ഇത് തുറക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അതിനാണ് ഒരുമിച്ചിട്ട് വെച്ചിട്ട് മുറിക്കുന്നത്. അപ്പം നല്ല ഭംഗിയില്ലേ? ഇനി നമുക്കിതിൽ ഇഷ്ടമുള്ള ചിത്രം വരച്ചെടുക്കാം. ജേർണലൊക്കെ മെയിൻ ആയിട്ടുള്ള ഒരു സംഭവമാണ് കോട്സ്. ഇതിൻ്റെ ബോർഡർ ഡിസൈനാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. കോട്സിൻ്റെ ബോർഡർ ആയതുകൊണ്ട് തന്നെ മെസ്സി രീതിയിലാണ് നമ്മൾ വരക്കുന്നത്. അതാകുമ്പോൾ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും കേട്ടോ. പിന്നെ ഇതിൽ കോട്സ് ഇതൊന്നും ഞാൻ കാണിക്കുന്നില്ല. അതൊക്കെ നിങ്ങളിഷ്ടം. ഓരോ ബോർഡറിലും ഓരോ ഡിസൈൻ വരച്ചാൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും. അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നെക്സ്റ്റ് നമ്മുടെ ഫോട്ടോസാണ്. ഇത് ഓപ്ഷണലാണ്. അതായത് ഒരു പേപ്പർ എടുത്തിട്ട് അതിന് ബോർഡർ വരക്കുക. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള കളർ അടിച്ചിടുക. എന്നിട്ട് അതിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വരയ്ക്കുകയോ ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. നെക്സ്റ്റ് ഫ്രെയിംസ് ആണ്. അതായത് നമ്മൾ നേരത്തെ ഒരു സ്റ്റാമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുമാതിരി കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ പോർഷൻ കട്ട് ചെയ്യുക. ഇത് കുറേ ഡിസൈനിൽ കൂടി ചെയ്തെടുക്കാം. ആണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ആൻഡ് ഇതിൻ്റെ പാർട്ട് 2 വേണം എന്നുള്ളവർ കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.